നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബെൻഫിക്കയിലേക്ക് എത്തിയ റിച്ചാർഡ് റിയോസ് ഓട്ടോമെൻറ്റിയുമായിട്ട് എങ്ങനെയായിരിക്കും ഇടപഴകുക? കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഫുട്ബോൾ ലോകത്ത് ഉയർന്നു വരാനൊരു സുപ്രധാനമായ കാരണമുണ്ട്. കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഈ രണ്ട് താരങ്ങൾ തമ്മിൽ കളിക്കളത്തിലുണ്ടായ പ്രശ്നം. ഓട്ടോമെൻറ്റി അന്ന് അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ എതിർ ടീമിൽ കളിക്കുന്ന റിച്ചാർഡ് റിയോസിനോട് അവൻ്റെ ഒരു ഹെഡ് ബാൻഡ് എടുത്ത് മാറ്റടാ, എന്നിട്ട് ഇഡിയറ്റ് എന്ന് കൂടി ചേർത്ത് വിളിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതിനപ്പോഴേ മറുപടി വന്നിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് റിയോസിൻ്റെ ഭാഗത്തു നിന്ന്. റിച്ചാർഡ് റിയോസ് അന്ന് പറഞ്ഞത്, നീ പ്രായമായവനാടാ, നീ കിളവനാടാ. അത് പറയാൻ പാടുന്നുള്ള വേറെ കാര്യം. ഏതായാലും പറഞ്ഞത് നീ കിളവനാടാ, എന്നിട്ട് ഷട്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു തെറി അങ്ങ് ചേർക്കുന്നു, ഇഡിയറ്റ് എന്ന് ചേർക്കുന്നു. നിനക്ക് പ്രായമായില്ലടാ, കളിക്കാനൊക്കെ പറ്റുന്നുണ്ടോ, ഓടാനൊക്കെ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചടിക്കുകയായിരുന്നു. കളിയിലുടനീളം അവർ വളരെ സ്പൈസി ആയിട്ടാണ് ഇടപഴകിയത്. അതിൽ പിന്നെ ഡീബോളൊക്കെ എത്തിക്കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കളിക്ക് ശേഷം പിന്നെ സ്കലോനിയൊക്കെ പറഞ്ഞാൽ അത് കളിക്ക് ഇടയിലുണ്ടാകുന്ന കാര്യമാണ്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഈ രണ്ട് താരങ്ങളും കളിക്കളത്തിലേക്ക് ഒരുമിച്ചിറങ്ങാൻ പോവുകയാണ്. ബെൻഫിക്കയുടെ ലീഡറായിട്ട് നിക്കോളാസ് ഓട്ടോമെൻറ്റി അവിടെ ഉണ്ടല്ലോ. അപ്പോഴാണ് റിച്ചാർഡ് റിയോസ് അവിടേക്ക് ലാൻഡ് ചെയ്യുന്നത്. സോ ആ ലാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തായിരിക്കും ഓട്ടോമെൻറ്റിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി, ഇനിയാണല്ലോ കളി, ഇനിയാണ് കളി. കാരണം ഞങ്ങൾ ഇനി ഒരുമിച്ച് കിരീടങ്ങൾ ചൂടാനായിട്ട് പോരാടാൻ വേണ്ടി പോവുകയാണ്. പരസ്പരമുള്ള ഫൈറ്റല്ല, അത് നിർത്തി. ഇനി ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഒരുമിച്ച് കിരീടങ്ങൾ ചൂടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് റിച്ചാർഡ് റിയോസ് പറയുന്നു. ഏതായാലും പാൽമറാസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയതിന് ശേഷമാണ് റിച്ചാർഡ് റിയോസ് ഇപ്പോൾ ബെൻഫിക്കയിലേക്ക് എത്തുന്നത്. എന്ത് തരത്തിലുള്ള പ്രകടനം അദ്ദേഹം അവിടെ നടത്തും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.